നമസ്കാരം, ഞാൻ ഡോക്ടർ രേവതി. ഹോമിയോപ്പതിയിൽ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് എല്ലാ അസുഖത്തിനും അല്ലെങ്കിൽ നമ്മൾ ഏത് ചികിത്സയ്ക്ക് അല്ലെങ്കിൽ അസുഖത്തിന് പോയാലും ഒരേ മെഡിസിൻസ് ആണ് നമുക്ക് തരുന്നത് എന്നത്. അതായത് ഹോമിയോപ്പതിയിൽ ഏകദേശം 3000 മുതൽ 4000 വരെ നമുക്ക് മെഡിസിൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഗ്ലോബ്യൂൾസ് എന്ന് പറയും, ഗുളിക രൂപേണയും അല്ലാതെ പൊടി രൂപേണയുള്ള അത് ഒരു മാധ്യമം മാത്രമാണ്. അതിൽ ഒഴിക്കുന്ന മരുന്ന് വ്യത്യസ്തമാണ്. പക്ഷെ ഈ കൊടുക്കുന്ന ഒരേ ഗുളിക സെയിം ആയതുകൊണ്ട് പലർക്കും അതൊരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു സംശയമുള്ള ഒരു ഭാഗം തന്നെയാണല്ലേ ഹോമിയോപ്പത്തിക് മെഡിസിൻസ് എന്താണ്, എന്തിൽ നിന്നാണ് ഈ ഗുളികകൾ അല്ലെങ്കിൽ മരുന്ന് ഏതിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നതുള്ളത് എല്ലാവരും സാധാരണക്കാരുടെ ഒരു കോമൺ ക്വസ്റ്റ്യൻ തന്നെയാണ്. ആ ഒരു ഭാഗം ക്ലിയർ ആക്കാനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വീട്ടുവളപ്പിൽ അല്ലെങ്കിൽ നമ്മളെ കിച്ചണിൽ കാണുന്ന ഹോമിയോപ്പതിക് മെഡിസിൻസ് ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ആദ്യമായിട്ട് എല്ലാവരുടെയും കയ്യിൽ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഞാൻ ഇന്നെന്തോ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വരുന്നത്. അല്ല, മറിച്ച് നമ്മളെ സാധാരണ നമ്മുടെ കിച്ചണിലായാലും നമ്മളെ വീട്ടുവളപ്പിലായാലും കണ്ടുവരുന്ന ഒരു 5 ഹോമിയോപ്പതിക് മെഡിസിൻസ് ആണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ആദ്യമായിട്ട് നമ്മുടെ സാധാരണ സവോള അല്ലെങ്കിൽ ഉള്ളി. ഇതിൻ്റെ ഹോമിയോപ്പതിയിലുള്ള സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് അലിയം സെപ്പയാണ്, റെഡ് ഒനിയൻ. ഇതിൻ്റെ ഹോൾ പ്ലാന്റ്, അതായത് ഇതിൻ്റെ മൊത്തമായ പ്ലാന്റോ അല്ലെങ്കിൽ ഇതിൻ്റെ ബൾബാണ് നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്നത്. ഓഗസ്റ്റ് മാസത്തിലാണ് ഇതിൻ്റെ പ്ലാന്റ് കളക്ട് ചെയ്ത് അത് ഇടിച്ചു പിഴിഞ്ഞ് അതിൽ നിന്നാണ് അലിയം സെപ്പ എന്ന മെഡിസിൻ എടുക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് അടുക്കളയിൽ യൂസ് ചെയ്യുന്ന വെളുത്തുള്ളി. ഇതിന് ഹോമിയോപ്പതിയിൽ ഇതിനെ പറയുന്നത് പേര് അലിയം സറ്റൈവമാണ്. ഇതിൻ്റെ ബൾബാണ് മെഡിസിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഇടിച്ചു പിഴിഞ്ഞ് അതിൽ നിന്നാണ് അലിയം സറ്റൈവം എന്ന മരുന്നെടുക്കുന്നത്. ഇത് നമ്മൾ സാധാരണയായിട്ട് കൊളസ്ട്രോൾ കൂടിയ കേസ് അല്ലെങ്കിൽ GI ഡിസ്റ്റർബൻസ് അങ്ങനത്തെയൊക്കെ കേസുകളിൽ നമ്മൾ സാധാരണയായിട്ട് കൊടുക്കുന്ന ഒരു മെഡിസിനാണ്. മൂന്നാമതായിട്ട് ഇഞ്ചി, സിഞ്ചിബർ ഒഫിഷ്യാലിസ് എന്ന് പറയും. ഇത് ഹോൾ പ്ലാന്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഈ റൈസോമാണ് മെഡിസിനായിട്ട് യൂസ് ചെയ്യുന്നത്. ദഹന സംബന്ധമായ അസുഖങ്ങൾക്ക് അതുപോലെ ഉദര സംബന്ധമായ അസുഖങ്ങൾക്കും സിഞ്ചിബർ നമ്മൾ സാധാരണയായിട്ട് കൊടുക്കുന്ന ഒരു മെഡിസിനാണ്. പിന്നെ നമ്മുടെ മഞ്ഞളിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു മെഡിസിനാണ് കുർക്കുമ ലോങ്ക. അപ്പം എല്ലാവർക്കും ഈ മെഡിസിൻ എങ്ങനെയാണ്, മഞ്ഞളിൽ നിന്ന് എടുക്കുന്ന മെഡിസിനാണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഇതിൻ്റെ കളറ് നിങ്ങൾക്ക് കാണാവോ, കളർ. മഞ്ഞളിൽ നിന്ന് എടുത്ത് പ്രിപ്പയർ ചെയ്യുന്ന ഹോമിയോപ്പതിക് മെഡിസിനാണ് കുർക്കുമ ലോങ്ക. ഇത് നമ്മളെ ഗാർഡനിൽ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന കറ്റാർ വാഴ, അലോസ് എന്ന് പറയും. ഹോമിയോപ്പതിയിൽ ഒരു മെഡിസിൻസ് ആണ്. നമ്മൾ സാധാരണ പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല അതേപോലത്തെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ്. കുരുമുളക്, പെപ്പർ നൈഗ്രിക്കം ഹോമിയോപ്പതിയിൽ യൂസ് ചെയ്യുന്ന ഒരു മെഡിസിനാണ്. ഇതിൻ്റെ ഡ്രൈഡ് പെപ്പർ കോണാണ് മെഡിസിനായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന അല്ലെങ്കിൽ കിച്ചണിൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ കുരുമുളക്. ഇത് ഹോമിയോപ്പതിയിൽ നല്ലൊരു മെഡിസിൻസ് ആണ്. നമ്മൾ ഡൈല്യൂഷനായിട്ടും ടിങ്ചറായിട്ടും നമ്മൾ സാധാരണ ക്ലിനിക്കിൽ യൂസ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് പെപ്പർ നൈഗ്രിക്കം.